ഹായ് മക്കിൾസ്, നമ്മൾ 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കൊരു ന്യൂ ഇയർ ആണ് അല്ലേ. പുതിയ സ്കൂള്, ചിലപ്പോൾ പഴയ സ്കൂളായിരിക്കും, നല്ല നോ പ്രോബ്ലം. പുതിയൊരു അക്കാഡമിക് ഇയർ, നമ്മൾ പുതിയൊരു 10ാം ക്ലാസ്സിലേക്ക് പുതിയൊരു ടൈം ടേബിളൊക്കെ വെച്ച് പുതിയ സബ്ജക്റ്റൊക്കെ പഠിക്കാൻ വേണ്ടി പോവുക. നോ പ്രോബ്ലം. എന്തായാലും മിക്ക കുട്ടികളും നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ചില ആൾക്കാർ പറയും ഇന്ന് നന്നാവാം, ചില ആൾക്കാർ വെച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് വേണ്ട നാളെ നന്നാവാം, ചില ആൾക്കാർ അടുത്ത തിങ്കളാഴ്ച നന്നാവാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്തായാലും നന്നാവാൻ തീരുമാനിച്ചില്ലേ, നല്ല കാര്യം. ഇനി അടുത്ത നിങ്ങൾക്ക് എന്താ വേണ്ടേ? സാർ, ഈ നന്നാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികൾക്ക് ഉണ്ടായ കയ്യബദ്ധങ്ങൾ എന്തൊക്കെ? ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? സ്കൂളിൽ പോയാൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? അങ്ങനെയുള്ള സ്റ്റഡി ടിപ്സ്, ട്രിക്സ്, ടൈം ടേബിൾ, എല്ലാ കാര്യങ്ങളും. ഇതിനൊക്കെ പുറമെ ഒരു ചോദ്യം, എജുപോർട്ടിൻ്റെ ലൈവ് ക്ലാസ് എന്നാ സ്റ്റാർട്ട് ചെയ്യുക? മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് രാത്രി 7:30 എജുപോർട്ടിൻ്റെ മെഗാ സ്റ്റഡി പ്ലാൻ ഉണ്ട്. കിഡിലൻ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ സ്റ്റഡി പ്ലാൻ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, പഠിക്കാൻ വില്ലിങ് ആയിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും ഞങ്ങൾ തരാം. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി ഇന്ന് രാത്രിയിലെ 7:30 സ്റ്റഡി പ്ലാൻ വരണം. അതിനുമുമ്പ് ഒരു കാര്യം ഇതിനെ കൂടെ നമുക്കൊരു ഗിവ് അവേ കൂടി ആയാലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ ദിവസവും നമ്മൾ എന്തായാലും പഠിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് സമ്മാനം കൂടി അടിച്ചങ്ങോട്ട് വാങ്ങിയാലോ? നിങ്ങൾക്ക് ഞങ്ങൾ അവസരം തരാം. നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ ഗിവ് അവേയിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഗിവ് അവേ ഉണ്ടായിരുന്നു, അതേപോലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് രാത്രിയുള്ള ലൈവ് ഇല്ലടാ, ആ ലൈവിൻ്റെ ലിങ്ക് നമ്മളെ താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. ആ ലിങ്ക് നിങ്ങൾ ഒന്ന് കോപ്പി ചെയ്യുക, ഒന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക. എന്നിട്ട് അതൊരു 30 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അതിന് തൊട്ട് താഴെ ഉണ്ടായിരിക്കും ഒരു ഗിവ് അവേൻ്റെ ഫോം. ആ ഫോം നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതൊന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം ഗിവ് അവേയിൽ പങ്കെടുക്കാം. ഇതിനെ നറുക്കെടുപ്പ് നമ്മൾ തൊട്ടടുത്ത ലൈവിലെടുക്കും. സോ ആ ലൈവിൽ ചിലപ്പോൾ നിങ്ങളായേക്കാം ഭാഗ്യശാലി. 1, 2 ഒന്നല്ല, നമ്മൾ 3 ആൾക്കാരെ എന്തായാലും തിരഞ്ഞെടുക്കും. നോക്കടാ, കഴിഞ്ഞതിൽ കിട്ടിയ ഒരാളാരാ? നമ്മളെ ഷിയക്കുട്ടി, പിന്നെ ഒന്ന് നമ്മളെ ദർശനാക്കെ, പിന്നെ ഒന്ന് ഫിദ AP. അവളുടെ ഫോട്ടോ കിട്ടിയില്ല, നോ പ്രോബ്ലം. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഗിവ് അവേ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. ഒന്നാലോചിച്ച് നോക്ക്, പോയ ഒരു സ്റ്റാറ്റസ്, കിട്ടിയ ഒരു ഗിവ് അവേ മാത്രമല്ല, ഇതേമാതിരി നമ്മൾ കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മളെ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്ത് നമുക്ക് മെയിൻ ആവാനുള്ള അവസരമുണ്ട്. സോ ഗൈസ്, ഈ അവസരം പരമാവധി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ചിലപ്പോൾ ഈ അക്കാഡമിക് ആയിട്ടുള്ള ആദ്യത്തെ ഭാഗ്യം നിങ്ങൾക്കാണെങ്കിലോ. സോ മാക്സിമം ഇന്ന് രാത്രിയുള്ള ലൈവിൻ്റെ ലിങ്ക് ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുന്നു, പിന്നെ ഒന്ന് സ്റ്റാറ്റസ് ഇടുന്നു, പിന്നെ നേരെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു, താഴെയുള്ള ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? സോ ഇന്ന് രാത്രിയുള്ള സ്റ്റഡി പ്ലാനിൽ വരണേ. നിങ്ങൾ മാത്രം വന്നാൽ പോരാ, നിങ്ങളുടെ കൂട്ടുകാരും കൂട്ടി വരിക. നമ്മൾ തകർക്കും. ഇക്കൊല്ലം നമ്മൾ ഫുൾ A+ സെറ്റ് ആക്കും. ഓക്കെ അല്ലേ? നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ബൈ.